വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഒരു 5.5 കിലോയുടെ ആറ്റുവാള നമുക്ക് കിട്ടി. അടിപൊളി മീനെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് മീനായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ മീനൊന്നും കിട്ടാതിരുന്ന സമയത്താണ് നമുക്ക് ഈ മീൻ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കോംബോ ആയിട്ട് നമ്മൾ കഴിക്കുന്നത് ഞങ്ങൾ പത്തനംതിട്ടക്കാരുടെ സ്പെഷ്യലായ ചക്ക വേവിച്ചതാണ്. അതും ചെമ്പരത്തി ചക്കയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ഈ ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് ഇത് വെട്ടി വൃത്തിയാക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചക്കയെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. ടിങ്കിൾ ആൻഡ് പാർട്ടിയാണ് നമ്മുടെ മീനെല്ലാം വൃത്തിയാക്കി തരുന്നത്. അപ്പം ഞാൻ നമ്മുടെ ചെമ്പരത്തി ചക്കയും മടലും എല്ലാം ഇങ്ങനെ കണ്ടോ, ചക്കയുടെ മടലും എല്ലാം ഉൾപ്പെടെ അമ്മ എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 2-3 ചക്ക നമുക്ക് കിട്ടിയതായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം അമ്മ എല്ലാം ക്ലീൻ ചെയ്തിട്ട് കുറേശ്ശെ എടുത്ത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യത്തിനെടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ആദ്യം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചക്ക വേവിക്കാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് വറക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചക്ക മടലും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ ഞാൻ 3 ടൈപ്പ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ചക്ക വേവിക്കുന്നതിനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ചക്ക വേവിക്കാനായിട്ട് ഒരു കൂട്ടുണ്ടാക്കണം. അപ്പോൾ ഞാൻ ഉണ്ടമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്. അപ്പോൾ നമുക്കൊരു മിക്സി എടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് കൂട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ആദ്യം ഒരു മിക്സി എടുക്കാം. മിക്സിയിലോട്ട് നമുക്ക് തേങ്ങ തിരുമ്മിയത്, വെളുത്തുള്ളി ഞാൻ തൊലിയോടുകൂടിയാണ് എടുത്തേക്കുന്നത്, പിന്നെ 2-3 ഉണ്ടമുളക്, നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഈ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചക്ക വേവിക്കാനായിട്ട് നമ്മൾ കുക്കറാണ് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ ഒറ്റ വിസിൽ മതി. ചക്ക നമ്മൾ അരിഞ്ഞ ചക്കയെല്ലാം നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ ചക്കയുടെ മടലും കൊത്തി എരിഞ്ഞത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചക്ക വേവിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്ക മടലും ഒക്കെ ഇട്ട് വേവിച്ചാൽ ഈ ചെമ്പരത്തി ചക്കയുടെ അതിൻ്റെ ചകിണി വരെ കഴിക്കാമെന്നാണ് പറയുന്നത്. അത്ര ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് അതിനുള്ള കൂട്ടുകളെല്ലാം ചേർക്കാം. ഇതിലോട്ട് നമുക്കിനി തേങ്ങ അരച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വെള്ളം വരെ ചേർത്ത് കൊടുത്താൽ മതി. കാര്യം ഈ ചക്കയ്ക്ക് വലിയ വേവില്ലാത്ത കാരണം. പിന്നെ ഇതിനകത്ത് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനാണ് നമുക്ക് ഇത്രയും 1 ഗ്ലാസ് വെള്ളം വരെ ചേർത്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച് വരുമ്പോൾ ഈ വെള്ളമൊന്നും കാണത്തില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഇത് ശരിക്കും ഞാനിപ്പോൾ 1 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ അടച്ചു വെച്ച് ഇത് വേവിക്കാനായിട്ട്. അപ്പം തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കുക്കറിന് 1 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് പ്രഷർ പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിനി നമ്മുടെ ഫിഷ് കറി എല്ലാം റെഡിയാക്കാം. മീനെല്ലാം അരിഞ്ഞ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണിത്. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാൽമണൊക്കെ കഴിച്ചിട്ടുള്ളവർക്കറിയാം. അതേപോലെ ഇതിനകത്തൊരു നെയ്യൊക്കെ കൂടുതൽ ഉള്ളൊരു ഫിഷാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. കറി വെച്ചാൽ വളരെ ടേസ്റ്റാണ്. ഇത് മുളക് കറി വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ തലയും ഒക്കെ അപ്പോൾ ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കല്ലിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് കറിക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട്, തക്കാളി, ഉണ്ടമുളക്, കറിവേപ്പില, കുടംപുളി, മീനെല്ലാം അരിഞ്ഞ് റെഡിയാക്കി. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. കാരണം ഈ തലയൊക്കെ ഇട്ട് വേവണ്ടാവുന്നല്ലോ.
അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം എണ്ണ നന്നായിട്ട് വേണം. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില, വറ്റൽമുളക് ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമ്മളിത് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളിയും കൂടെ ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. ഇത് വഴന്ന് വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നന്നായിട്ട് ഇത് വഴന്ന് കിട്ടണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് നമുക്ക് 2 ഉണ്ടമുളക് ചേർക്കാം. 2-3 നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇപ്പം എൻ്റെ ഉണ്ടമുളക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ മുളകിന്. ഇതിലോട്ട് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാൻ. ഈ കറിക്ക് നല്ല എരിവ് വേണം, എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ പകുതി, അതായത് 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. നമ്മൾ മുളക് പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി മല്ലിപ്പൊടിയെ ചേർക്കാവൂ. എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ പച്ച കുത്തൽ വരും. പൊടികളെല്ലാം നല്ലതായിട്ട് ചൂടായി കിട്ടണം. ഇതാണ് നമ്മുടെ പൊടികളൊക്കെ ഇതുകൊണ്ട് ഈ ഒരു പരുവായിട്ട് കിട്ടണം. കണ്ടല്ലോ, ഇപ്പം നല്ല പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്, അന്നോട്ട് കരിഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് കുടംപുളിയാണ് ചേർക്കുന്നത്. കുടംപുളി ചേർക്കുക. പിന്നെ തക്കാളി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുടംപുളിയും തക്കാളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് വഴന്ന് കിട്ടണ്ട, തക്കാളി ആയാലും വേവണ്ട. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീനിടാവൂ. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. അടിപൊളി. ഇതുകൊണ്ട് നമ്മുടെ മീൻ കറിക്കുള്ള ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട്. അപ്പോൾ നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് തക്കാളിയും ഒരു ഫ്രഷ് പച്ച തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മുതൽ ഒരു 8 മിനിറ്റ് വരെ നല്ല തീയിൽ തിളപ്പിക്കണം. ഇടയ്ക്ക് എന്നിട്ട് നമുക്ക് ഇതൊന്ന് മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തവിയൊന്നും തൊടരുത്, ഈ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ കറി ഏകദേശം കുറുകി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. പിന്നെ തവി ഇട്ടൊന്ന് ഇളക്കുകയൊന്നും ചെയ്യരുത്. നമ്മുടെ മീൻമണം കേട്ടിട്ടൊരു പൂച്ചക്കുറിഞ്ഞി ഒന്ന് ഇരിപ്പുണ്ട്. ഇപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് ചെറു തീയിലിങ്ങനെ കുക്ക് ചെയ്താൽ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മീൻകറി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കഴിക്കാൻ നേരത്ത്. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചക്ക എന്തായെന്ന് നോക്കാം. ചക്ക ഇപ്പം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, കണ്ടോ, ചക്കയൊക്കെ വെന്ത് നല്ല കുഴഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ഇത് നല്ല പേസ്റ്റ് പോലെ ആകും നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കിന്. നല്ല ടേസ്റ്റാണ്, കണ്ടില്ലേ. നമ്മുടെ ചക്കയൊക്കെ നല്ല കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കടുക് തളിച്ചേക്കണം. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഇതിനകത്തോട്ട് കൊച്ചുള്ളി, വറ്റൽമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചക്ക വേവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കടുക് വറുക്കുന്നതിനകത്തോട്ട് തേങ്ങ ഇട്ടാണ് കടുക് വറുക്കുന്നത്. നമ്മൾ എരിശ്ശേരിക്കൊക്കെ കടുക് വറുക്കുന്ന പോലെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചുള്ളിയും വറ്റൽമുളകും ഒക്കെ മൂത്തതിന് ശേഷം നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ഇട്ടിട്ടൊന്ന് വറുത്തെടുത്തു. എന്നിട്ട് അതും കൂടെ ചേർത്താണ് നമ്മൾ ചക്കയിലിട്ട് ഇളക്കിയെടുക്കുന്നത്. എന്താ ടേസ്റ്റ് എന്നറിയാമോ? നമ്മുടെ ഇതിപ്പം മൂത്ത് വരുന്നുണ്ട്.
നമ്മുടെ തേങ്ങാപ്പീരയും കൊച്ചുള്ളിയും വറ്റൽമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്കക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അസാധ്യ ടേസ്റ്റാണ്. മണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമാണ്. അതുകൊണ്ട് നമ്മുടെ ചക്കക്കൂട്ടിലോട്ട് ചേർത്തിട്ട് ഇനി നന്നായിട്ടത് മിക്സ് ചെയ്യണം. കണ്ടില്ലേ? വാവ്! ഇതിനി നന്നായിട്ട് നമുക്ക് കംപ്ലീറ്റ് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ ചക്ക വേവിച്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ ഇനി നമുക്ക് നോക്കാം റെഡിയായെന്ന്. കണ്ടില്ലേ, നമ്മൾ ചെറു തീയിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അവസാനം ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചാണ്, കണ്ടില്ലേ, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ചേർക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു ഇച്ചിരി നേരം ഇനി അടച്ച് വെക്കാം. മീൻകറിയൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായി കുറുകി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഫിഷ് കറി ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ നമ്മുടെ മീൻ കറിയും ആറ്റുവാളക്കറിയും ഞങ്ങളുടെ പത്തനംതിട്ട സ്റ്റൈലിൽ ചക്ക വേവിച്ചതും ഒക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണണം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണം പറ്റുന്നവർ. അപ്പോൾ നമുക്കിനി ഇത് നമ്മൾ കഴിച്ചാലോ? നമുക്കിത് അടിപൊളി ടേസ്റ്റാണ്. എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് നോക്കിയാലോ? ഇതുണ്ടോ, ഈ പീസ് ഒന്ന് എടുക്കണം, കുറച്ച് മിക്സ് ചെയ്തിട്ട് നീ വേണേ കഴിച്ചു എടുക്കണം. ഇതിനകത്ത് ഇങ്ങനെ കാണിക്കും ചേച്ചി. ഇത് എടുത്തിട്ട് ഇത് കണ്ടോ, ഇതങ്ങോട്ട് വെച്ച് ഒരു മീനിൻ്റെ പീസും എടുത്ത് അതിനെ മണ്ടക്കൂട്ട് വെച്ചിട്ട് ഒന്നുകൂടെ ചാറിനകത്ത് നല്ലപോലെ കുഴക്കണം. കണ്ടോ, ചാറിനകത്തോട് കുഴച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ശങ്കറിന് കൊതിയരുത്. അടിപൊളി. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.